മനസ്സിനെ വേട്ടയാടുന്ന സംശയരോഗം ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കുമെന്നതിന്റെ ഞെട്ടിക്കുന്ന നേർചിത്രമായി മാറുകയാണ് പൊന്നാനി അഴീക്കൽ കടപ്പുറത്തെ യുവതിയുടെ കൊലപാതകം. പുനർഗേഹം ഭവന സമുച്ചയത്തിലെ താമസക്കാരിയായ ഫാത്തിമ കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് മുഹമ്മദിനെ പോലീസ് പിടികൂടിയതോടെ പുറത്തുവരുന്നത് ക്രൂരമായ പീഡനങ്ങളുടെയും മാനസിക വിഭ്രാന്തിയുടെയും കഥകളാണ്. കടൽത്തീരത്ത് മണലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തെരുവുനായ്ക്കൾ കടിച്ചു വലിക്കുന്ന നിലയിലാണ് പ്രദേശവാസികൾ കണ്ടത്. വിവാഹം കഴിഞ്ഞിട്ട് വെറും 1.5 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ആ ദാമ്പത്യം ഒരിക്കൽ പോലും സമാധാനപരമായിരുന്നില്ലെന്നാണ് അയൽവാസികൾ നൽകുന്ന സൂചന. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന മുഹമ്മദിന്റെ അനാവശ്യ സംശയമാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഈ സംശയത്തിന്റെ പേരിൽ മുൻപും പലതവണ ഫാത്തിമ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ ദിവസം രാത്രിയിൽ കുഞ്ഞിനെയും കൂട്ടി കറങ്ങാനിറങ്ങിയപ്പോഴും മുഹമ്മദിന്റെ ഉള്ളിൽ പകയെരിയുകയായിരുന്നു. ആരുമില്ലാത്ത നേരത്ത് ഭാര്യയെ കടൽ തീരത്തെത്തിച്ച മുഹമ്മദ് അഴിമുഖത്തെ മണൽത്തിട്ടയ്ക്കടുത്ത് വെച്ച് വീണ്ടും പഴയ തർക്കങ്ങൾ കുത്തിപ്പൊക്കി. സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങിയെടുത്തു നിന്ന് ക്രൂരമായ വാക്കേറ്റത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി. ലോകമെന്തെന്നറിയാത്ത 4 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ തൊട്ടടുത്ത് കിടത്തിക്കൊണ്ടാണ് മുഹമ്മദ് ഈ അരുംകൊല നടത്തിയത് എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തന്റെ അമ്മയെ ആ പിതാവ് കഴുത്തു ഞെരിച്ചു കൊല്ലുന്നത് ആ കുഞ്ഞ് കണ്ടുനിന്നു. കരയാൻ പോലും കഴിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞിന് തന്റെ അമ്മയെ നഷ്ടമായത് മുഹമ്മദിന്റെ അടങ്ങാത്ത സംശയരോഗം മൂലമാണ്. വാക്കുതർക്കം മൂർച്ഛിച്ചതോടെ ഫാത്തിമയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി മരണം ഉറപ്പാക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവനെന്ന് വിശ്വസിച്ചിരുന്ന ഭർത്താവ് തന്നെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആ യുവതി അനുഭവിച്ച വേദന വർണ്ണനാതീതമാണ്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം മണലിൽ ഉപേക്ഷിച്ച് കുഞ്ഞുമായി മുഹമ്മദ് കടന്നുകളയുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെയാണ് മുഹമ്മദ് ഫ്ളാറ്റിൽ തിരിച്ചെത്തിയത്. കുഞ്ഞിനെ സ്വന്തം ഉമ്മയെ ഏൽപ്പിക്കുമ്പോൾ മകന്റെ വസ്ത്രത്തിലെ ചോരപ്പാടുകളോ പതർച്ചയോ ആരും തിരിച്ചറിഞ്ഞില്ല. ഫാത്തിമ എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പിറ്റേന്ന് രാവിലെ കടപ്പുറത്തെത്തിയ സ്ത്രീകളാണ് മൃതദേഹം ആദ്യം കണ്ടത്. തെരുവുനായ്ക്കൾ മൃതദേഹം കടിച്ചു വലിക്കുന്ന അതിദാരുണമായ കാഴ്ചയ്ക്കാണ് പൊന്നാനി അഴിമുഖം സാക്ഷ്യം വഹിച്ചത്. മൃതദേഹം മണലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മൃതദേഹം ഫാത്തിമയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ തന്നെ പോലീസിന്റെ സംശയം മുഹമ്മദിലേക്ക് നീണ്ടു. ഒളിവിലായിരുന്ന മുഹമ്മദിനെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ഊർജിതമായ തിരച്ചിൽ നടത്തി. മണിക്കൂറുകൾക്കകം പരപ്പനങ്ങാടി റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു മുഹമ്മദിന്റെ ശ്രമം. സംശയരോഗം മൂലം ഭാര്യയെ കൊന്ന മുഹമ്മദ് സ്വന്തം കുഞ്ഞിനെ അനാഥനാക്കി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിൽ ഷാൾ മുറുക്കിയതാണ് മരണകാരണമെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫാത്തിമയുടെ ശരീരത്തിൽ മുൻപും മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടോ എന്ന് വിദഗ്ധ സംഘം പരിശോധിച്ചു വരികയാണ്. മുഹമ്മദിന്റെ ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിക്കും. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സംശയരോഗവും ഗാർഹിക പീഡനങ്ങളും എങ്ങനെ ഒരു ജീവൻ കവരുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കേസ്. ഗാർഹിക പീഡനങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ ഫാത്തിമ മടിച്ചത് മുഹമ്മദിന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടാകാമെന്ന് പോലീസ് വിലയിരുത്തുന്നു. പിതാവ് ജയിലിലേക്കും മാതാവ് മണ്ണിലേക്കും പോയതോടെ 4 മാസം പ്രായമുള്ള ആ കുഞ്ഞ് ഇപ്പോൾ പൂർണ്ണമായും അനാഥമായിരിക്കുകയാണ്. സംശയരോഗം എന്ന മാനസികാവസ്ഥ ഒരു മനുഷ്യനെ മൃഗമാക്കുന്ന കാഴ്ചയ്ക്കാണ് പൊന്നാനി ഇന്ന് സാക്ഷ്യം വഹിച്ചത്.